ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി കടുത്ത പ്രതിസന്ധിയിൽ. ഡിമാൻഡ് കുറഞ്ഞതും വില വർദ്ധിക്കുന്നതുമാണ് സ്മാർട്ട് ഫോൺ വിപണിയെ തളർത്തുന്നത്. ഉയർന്ന വിലയും ഫോണുകൾ മാറ്റുന്ന ഇടവേള നീളുന്നതും വിപണിയുടെ തിരിച്ചുവരവിന് സമയമെടുക്കുന്നതും വിലയിരുത്തൽ. 2026 കടക്കുമ്പോൾ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ വിപണി ഗുരുതരമായ മന്ദഗതിയിലാണെന്ന് IDC, കൗണ്ടർ പോയിന്റ് റിസർച്ച് എന്നിവയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 തുടർച്ചയായ 4ാം വർഷവും സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ കാര്യമായ വളർച്ച ഉണ്ടായില്ല. 2025 ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഷിപ്മെന്റുകൾ 151 മുതൽ 153 ദശലക്ഷം യൂണിറ്റുകൾക്കിടയിൽ മാത്രമാകും. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ പരമാവധി 1% വരെ ഇടിവാണ്. ഉപഭോക്താക്കൾ ഫോണുകൾ കൂടുതൽ കാലം ഉപയോഗിക്കുന്നതും ഫീച്ചർ ഫോൺ ഉപഭോക്താക്കൾ അപ്ഗ്രേഡ് ചെയ്യാത്തതുമാണ് പ്രധാന കാരണങ്ങൾ. ഇന്ത്യൻ വിപണി മന്ദഗതിയിലായിരിക്കുമ്പോഴും കയറ്റുമതിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാണം വലിയ തോതിൽ ഉയർന്നു. 2025 സ്മാർട്ട് ഫോൺ കയറ്റുമതി $30 ബില്യൺ. ഇതിൽ ഏകദേശം $22 ബില്യൺ ഐഫോൺ കയറ്റുമതിയോടെ ആപ്പിളാണ് മുന്നിൽ. സർക്കാർ നടപ്പിലാക്കിയ PLI പദ്ധതിയാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. 2025 ഡിസംബർ പാദത്തിൽ സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായി. ഈ പാദത്തിൽ ഷിപ്മെന്റുകൾ 8 മുതൽ 10% വരെ കുറഞ്ഞു. വിൽപ്പന വോളിയം 32 മുതൽ 34 ദശലക്ഷം യൂണിറ്റുകളായി താഴ്ന്നപ്പോൾ 2024 അതേ കാലയളവിൽ ഇത് 36 ദശലക്ഷം യൂണിറ്റായിരുന്നു. ഇത് ഉത്സവകാലത്തിന് ശേഷമുള്ള സാധാരണ ഇടിവിനേക്കാൾ കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു. 2026 സ്ഥിതി ഇനിയും കടുപ്പമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മെമ്മറി ചിപ്പുകളുടെ വില കുത്തനെ ഉയരുന്നത് ഫോണുകളുടെ വില വർദ്ധിപ്പിക്കും. ഇതോടെ പ്രത്യേകിച്ച് 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളുടെ വിൽപ്പന കുറയാൻ സാധ്യതയുണ്ട്. 2025 ഫോണുകളുടെ ശരാശരി വില 9 മുതൽ 10% ഉയർന്നു. 2026 വിലകൾ ഇനിയും ഉയരുമെങ്കിലും വിപണി മൂല്യം കുറച്ചു വളരുമെന്നാണ് വിലയിരുത്തൽ. 2026 സ്മാർട്ട് ഫോൺ മത്സരത്തിൽ ഹാർഡ്വെയറിനേക്കാൾ സോഫ്റ്റ്വെയറും AI ഫീച്ചറുകളും പ്രധാനമാകും. പുതിയ അനുഭവങ്ങൾ നൽകാൻ കഴിയുന്ന ബ്രാൻഡുകൾക്കായിരിക്കും ഉപഭോക്തൃ ശ്രദ്ധ പിടിച്ചുപറ്റാനാവുക. ഉയർന്ന വിലയും ഫോണുകൾ മാറ്റുന്ന ഇടവേള നീളുന്നതും മൂലം ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ വിപണി ഇപ്പോഴും മന്ദഗതിയിൽ തുടരുകയാണെന്നും വലിയ തിരിച്ചുവരവിന് സമയം വേണ്ടിവരുമെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറക്കുമതി ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ല കാറുകൾ വാങ്ങാൻ ആളില്ലെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വാഹനങ്ങളിൽ 1/3 വിൽക്കാൻ ടെസ്ല പാടുപെടുകയാണെന്നും ഇതോടെ വിലയിൽ 2 ലക്ഷം രൂപയുടെ ഇളവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈയിലാണ് ഏറെ കൊട്ടിഘോഷിച്ച് ടെസ്ല കാർ കമ്പനി ഇന്ത്യയിൽ സ്റ്റോർ തുറന്നത്. അന്ന് വിൽപ്പനയ്ക്കെത്തിച്ച 300 മോഡൽ Y സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ 100 എണ്ണവും വാങ്ങാൻ ആളില്ലാതെ കിടക്കുകയാണ്. ഇതേ തുടർന്ന് കാറുകൾ വിറ്റൊഴിവാക്കാൻ 2 ലക്ഷം രൂപയോളം ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെസ്ല. ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ യാത്രാവാഹന വിപണിയായ ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവുള്ള കാറുകൾക്ക് പോലും ഉപഭോക്താക്കളെ കണ്ടെത്താൻ കഴിയാത്തത് ടെസ്ലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഇറക്കുമതി ചെയ്ത ടെസ്ലയുടെ കാറുകൾക്ക് 110% വരെ ഇന്ത്യ നികുതി ചുമത്തുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നിരവധി ഉപഭോക്താക്കൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ശേഷം ടെസ്ല കാർ വാങ്ങൽ പദ്ധതി ഉപേക്ഷിച്ചതായാണ് റിപ്പോർട്ട്. ടെസ്ലയേക്കാൾ വില കുറഞ്ഞ BMWവിന്റെ iX1 EVയും BYDയുടെ Celion 7ഉമാണ് ഉപഭോക്താക്കൾ തിരഞ്ഞെടുത്തത്. 2 കാറുകൾക്കും ടെസ്ലയുടെ മോഡൽ Y വാഹനങ്ങളെക്കാൾ വില കുറവാണ്. 63 ലക്ഷം രൂപയാണ് ആഭ്യന്തര വിപണിയിൽ മോഡൽ Y കാറുകളുടെ വില. ഡെപ്പോസിറ്റ് തുക അടച്ച ഉപഭോക്താക്കൾ പോലും റേഞ്ച് കുറഞ്ഞ മോഡൽ Y വാങ്ങാൻ മടിക്കുന്നതായാണ് കമ്പനിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. US-ൽ സർക്കാർ സബ്സിഡി അവസാനിപ്പിച്ചതും യൂറോപ്പിലെയും ചൈനയിലെയും കടുത്ത മത്സരവുമാണ് ടെസ്ല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഇന്ത്യയിലെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ നവംബറിൽ ലംബോർഗിനിയുടെ മുൻ തലവനെ ബിസിനസിന്റെ തലവനായി നിയമിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇലോൺ മസ്ക് ഇന്ത്യയിൽ ടെസ്ല കാർ വിൽക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുട്ടികളും കൗമാരക്കാരും സുരക്ഷിതമായി യൂട്യൂബ് ഉപയോഗിക്കാനും രക്ഷിതാക്കൾക്ക് നിയന്ത്രണം ലഭിക്കാനും യൂട്യൂബ് വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ മാതാപിതാക്കൾക്ക് കുട്ടികൾ എത്ര സമയം യൂട്യൂബ് ഷോർട്സ് വീഡിയോകൾ കാണാമെന്ന് നിശ്ചയിക്കാനും ടൈമർ ക്രമീകരിക്കാനുമാകും. കുട്ടികൾക്കും കൗമാരക്കാർക്കും തങ്ങളുടെ പ്ലാറ്റ്ഫോം കൂടുതൽ സുരക്ഷിതവും രക്ഷിതാക്കൾക്ക് അനുയോജ്യവുമാക്കുന്നതിനായി യൂട്യൂബ് പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടിക്ക് എത്ര സമയം യൂട്യൂബ് ഷോർട്സ് വീഡിയോകൾ കാണാൻ കഴിയുമെന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ പ്രധാന മാറ്റം. കൗമാരക്കാർക്കായി മികച്ച ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കുന്നതും മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. ഒപ്പം കുടുംബങ്ങൾക്ക് അക്കൗണ്ട് മാനേജ്മെന്റ് എളുപ്പമാക്കുന്നതിനായി ഉടൻ തന്നെ യൂട്യൂബ് ഒരു പുതിയ സൈൻ അപ്പ് സംവിധാനവും അവതരിപ്പിക്കും. ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന സമയവും ക്രമീകരിക്കാം.
മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ഈ ടൈമർ പൂർണ്ണമായും 0-ലേക്ക് സജ്ജീകരിക്കാനും കഴിയും. അതായത് കുട്ടി പഠിക്കുകയാണെങ്കിലോ ഹോംവർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെങ്കിലോ ഷോർട്സ് വീഡിയോകൾ പൂർണ്ണമായും ഓഫ് ചെയ്യാം. അതേസമയം യാത്രയിലാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നതിനുള്ള സമയം 30 അല്ലെങ്കിൽ 60 മിനിറ്റായി നിശ്ചയിക്കാം. ഇത്തരമൊരു ഫീച്ചർ ആദ്യമായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് യൂട്യൂബ് പറയുന്നു. ഇത് മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ഷോർട്സ് ഉള്ളടക്കത്തിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു. ഇതിനു പുറമെ മാതാപിതാക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉറക്കസമയം, ഇടവേളകൾ എന്നിവയ്ക്കുള്ള റിമൈൻഡറുകൾ സജ്ജീകരിക്കാനും കഴിയും. കൗമാരക്കാർ പ്രായത്തിനനുസരിച്ചുള്ളതും വിദ്യാഭ്യാസപരവുമായ ഉള്ളടക്കം കാണുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. പ്രൊഫഷണലുകൾ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ, സൈക്കോളജിക്കൽ അസോസിയേഷൻ സംഘടനകൾ എന്നിവയുമായി സഹകരിച്ചാണ് ഈ ഗൈഡ് വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ കീഴിൽ ക്രാഷ് കോഴ്സ്, വിദ്യാഭ്യാസ ഉള്ളടക്കം എന്നിവ കൗമാരക്കാർക്ക് കൂടുതൽ ലഭ്യമാക്കും. വീട്ടിൽ യൂട്യൂബ് കാണുന്ന ഏതൊരാൾക്കും പ്രായത്തിനനുസരിച്ചുള്ള കണ്ടന്റുകളും ഉചിതമായ ക്രമീകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കും. ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുന്നതിനു പകരം എങ്ങനെ സുരക്ഷിതരായിരിക്കാമെന്ന് അവരെ പഠിപ്പിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനമെന്ന് കമ്പനി വിശ്വസിക്കുന്നു എന്ന് യൂട്യൂബിന്റെ പ്രോഡക്റ്റ് മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് ജെന്നിഫർ ഫ്ലാനറി ഒക്കോണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.